السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والوالدات يرضعن أولادهن حولين كاملين لمن أراد أن يتم الرضاعة وعلى المولود له رزقهن وكسوتهن بالمعروف لا تكلف نفس إلا وسعها لا تضار والدة بولدها ولا مولود له بولده وعلى الوارث مثل ذلك فإن أرادا فصالا عن تراض منهما وتشاور فلا جناح عليهما وإن أردتم أن تسترضعوا أولادكم فلا جناح عليكم إذا سلمتم ما آتيتم بالمعروف واتقوا الله واعلموا أن الله بما تعملون بصير. ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ, അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എല്ലാവരോടും സ്നേഹ സൗഹാർദ്ദത്തോടുകൂടെ ജീവിക്കുവാനും സന്തോഷ സമാധാനത്തോടുകൂടെ മരണപ്പെട്ടു പിരിഞ്ഞു പോകുവാനും ഇഹത്തിലും പരത്തിലും സന്തോഷവും സമാധാനവും അനുഭവിക്കുവാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഇന്ന് സൂറ അൽ ബഖറയിലെ 233-ാമത്തെ വചനമാണ് നമ്മൾ പഠന വിധേയമാക്കുന്നത്. ഇത് തൊട്ട് മുമ്പുള്ള വചനങ്ങളിൽ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. തുടർന്നുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട വേറൊരു വിഷയമാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. വൽവാലിദാത്ത് യുർദിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ. വിവാഹമോചനത്തിൽ ഏർപ്പെടുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം അവരുടെ കുട്ടികളുടെ പ്രശ്നമാണ്. കുട്ടികളെ പരിപാലിക്കുന്നത്, അവരെ വളർത്തുന്നത്, അത് ഒരുപാട് സാമൂഹിക, സാമ്പത്തിക, മാനസിക പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ അല്ലാഹു പ്രത്യേകം പറയുന്നത്, വിവാഹമോചനം ചെയ്തു എന്നതുകൊണ്ട് ഇപ്പോൾ പ്രസവിക്കപ്പെട്ടൊരു കുഞ്ഞ് അതിന് മുലപ്പാൽ കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതിൻ്റെ സംരക്ഷണം പൂർണ്ണമായും ആ കുട്ടിക്ക് ജന്മം നൽകിയ ആരാണോ അവരുടെ ബാധ്യതയാണ്. ജന്മം നൽകിയ മാതാവിൻ്റെ ബാധ്യതയാണ് ആ കുട്ടിക്ക് മുലയൂട്ടുക എന്നത്. വിവാഹമോചനം ചെയ്തു എന്നതുകൊണ്ട് അത് ഇല്ലാതാവുന്നില്ല. മുലയൂട്ടുക എന്നത് അവളുടെ ബാധ്യത തന്നെയാണ്. അതുപോലെ തന്നെ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നതും ആ കുഞ്ഞിൻ്റെ മാതാവിന് വേണ്ട ചെലവുകൾ നൽകുക എന്നതും ആ മുലകുടി കഴിയുന്നത് വരെ അവർക്കുള്ള ചെലവുകൾ നൽകുക എന്നതും ആ പിതാവിൻ്റെ അഥവാ
ആ കുഞ്ഞിന് ജന്മം നൽകിയ ആളുടെ ബാധ്യതയാണ്. അങ്ങനെ തന്നെയാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത്. വൽ വാലിദാത്തു, ആ കുഞ്ഞിന് ജന്മം നൽകിയ സ്ത്രീ ആരാണോ, ഉമ്മ എന്ന് പറയാതെ ആ കുഞ്ഞിന് ജന്മം നൽകിയ സ്ത്രീ എന്ന് ആ വാക്കാണ് ഇവിടെ അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉദ്ദേശത്തെ സംബന്ധിച്ച് മുഫസ്സിറുകൾ പറയുന്നത്, കുഞ്ഞിന് ജന്മം നൽകിയാൽ ആ കുഞ്ഞിന് മുലയൂട്ടുക എന്നത് ആ മാതാവിൻ്റെ നിർബന്ധമായ ബാധ്യതയാണ്. അതുകൊണ്ടാണ് ജന്മം നൽകിയവൾ എന്ന് പ്രത്യേകം ഇവിടെ അള്ളാഹു എടുത്തു പറയുന്നത്. വൽ വാലിദാത്ത് യുർളിഅന ഔലാദഹുന്ന, ജന്മം നൽകിയ മാതാവിൻ്റെ ബാധ്യതയാണ് യുർളിഅന, അവർ മുല കൊടുക്കട്ടെ, ഔലാദഹുന്ന, അവരുടെ കുട്ടികൾക്ക്. ഹൗലൈനി കാമിലൈൻ, ഹൗല് എന്ന് പറഞ്ഞാൽ വർഷം, ഹൗലൈനി 2 വർഷം, കാമിലൈനി തികഞ്ഞ 2 വർഷം, അഥവാ 24 മാസം. അപ്പോൾ 2 വർഷം പൂർണ്ണമായും ആ കുഞ്ഞിന് അവർ മുലപ്പാൽ കൊടുക്കട്ടെ. ഇത് വിശുദ്ധ ഖുർആനിൻ്റെ പൊതുവായൊരു കൽപ്പനയാണ്. കുഞ്ഞിന് 2 വർഷം പൂർണ്ണമായും മുലപ്പാൽ കൊടുക്കേണ്ടതുണ്ട്. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് അനിവാര്യമായ ഘടകമാണ് ആ മുലപ്പാലിൽ അള്ളാഹു നിക്ഷേപിച്ചിരിക്കുന്ന ആ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ എന്തൊക്കെ പോഷകങ്ങൾ ആവശ്യമാണോ അതൊക്കെ മാതാവിൻ്റെ ശരീരത്തിൽ തന്നെ അള്ളാഹു നിക്ഷേപിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ കുഞ്ഞിന് മുലയൂട്ടുക എന്നത് അവളുടെ ബാധ്യതയാണ്. ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി, പൂർണ്ണമായ 2 വർഷം. ഫിസാലുഹു ഫി അമീൻ, അള്ളാഹു മറ്റൊരിടത്ത് പറയുന്നുണ്ട് ആ കുഞ്ഞിൻ്റെ മുലകുടി 2 വർഷമാണ്. അപ്പോൾ 2 വർഷം എന്നത് അള്ളാഹു നിയമമാക്കിയ കാര്യമാണ്. അതിന് വേറെ ഏതെങ്കിലും നിർബന്ധമായ കാരണങ്ങൾ വന്നാൽ അതിന് ചില ഒഴിവ് കഴിവുകളൊക്കെ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. ലിമൻ അറാദ അൻ യുതിമ്മ റളാഅ, ആരാണ് മുലകുടി പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ബാധ്യതയാണ്. വഅലൽ മൗലൂദി ലഹു റിസ്ഖുഹുന്ന വകിസ്വത്തുഹുന്ന ബിൽ മഅറൂഫ്, അതുപോലെ തന്നെ ആ റിസ്ഖുഹുന്ന വകിസ്വത്തുഹുന്ന, ആ മാതാവിനുള്ള റിസ്ക്, അവൾക്കുള്ള ഭക്ഷണം, വകിസ്വത്തുഹുന്ന, അവളുടെ വസ്ത്രം, ബിൽ മഅറൂഫ്, വളരെ മാന്യമായ രീതിയിൽ നൽകുക എന്നത് ആ കുഞ്ഞിന് ജന്മം നൽകിയ പിതാവ് ആരാണോ അയാളുടെ ബാധ്യതയാണ്. വിവാഹമോചനം ഏർപ്പെട്ടാലും ശരി, ആ കുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ട് എങ്കിൽ ആ കുഞ്ഞിൻ്റെ മാതാവിനുള്ള ചെലവ്, ആ കുഞ്ഞിനുള്ള ചെലവ്, ഇതൊക്കെ നൽകുക എന്നത് ആ പിതാവിൻ്റെ ബാധ്യതയാണ്. ലാ തുകല്ലഫു നഫ്സുൻ ഇല്ലാ വുസ്അഹാ, പക്ഷെ അവിടെ അള്ളാഹു ഒരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഒരു നഫ്സും, ഒരാളും അതിൻ്റെ കഴിവിൽപ്പെട്ടതല്ലാത്തത് അള്ളാഹു നിർബന്ധിക്കുന്നില്ല. ഇസ്ലാമിൻ്റെ പൊതുവായൊരു തത്വമാണ്. മനുഷ്യന് വഹിക്കാവുന്നതേ അള്ളാഹു ശരീഅത്തിൽ നിയമമായി വെച്ചിട്ടുള്ളൂ. അങ്ങനെ ഏതെങ്കിലും വഹിക്കാൻ കഴിയാത്തതുണ്ട് എങ്കിൽ അത് അള്ളാഹുവിൻ്റെ കുറ്റമല്ല, അള്ളാഹുവിൻ്റെ ദീൻ നമ്മൾ സ്വീകരിക്കുന്നതിലുള്ള പാളിച്ചയാണ്. ആ ദീനിനെ പല നിലക്കും കൂട്ടിമാട്ടി അതിലില്ലാത്ത പലതും ആ ദീനിലേക്ക് ചേർക്കപ്പെടുമ്പോഴാണ് ദീന് നമുക്ക് പ്രയാസകരമായി മാറുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി ആ കാര്യം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ദീൻ യുസ്റുൻ, ദീന് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ദീനിലില്ലാത്ത കാര്യങ്ങൾ കൂട്ടിയുണ്ടാക്കി ദീനിനെ നിങ്ങൾ പ്രയാസകരമാക്കി മാറ്റരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാളോടും അതിൻ്റെ കഴിവിൽപ്പെട്ടതല്ലാതെ അള്ളാഹു കൽപ്പിക്കുന്നില്ല. ഇത് ഇസ്ലാമിൻ്റെ പൊതുവായ തത്വമാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, ലാ തുളാറ വാലിദത്തുൻ ബി വലദിഹ, ഒരു മാതാവും അതിൻ്റെ കുഞ്ഞിൻ്റെ പേരിൽ ബുദ്ധിമുട്ടിക്കപ്പെടാൻ, പ്രയാസപ്പെടുത്തപ്പെടാൻ പാടില്ല. കുഞ്ഞിന് ജന്മം നൽകിയെന്നത് കൊണ്ട് അതിന് ആ മാതാവിനൊരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല.
പറഞ്ഞാൽ ആ കുഞ്ഞുണ്ട് എന്നതിൻ്റെ പേരിൽ ആ ഭർത്താവിൻ്റെ ആളുകൾ പല നിലക്കും ബുദ്ധിമുട്ടിക്കുക, ഈ അവരുടെ നേരത്തെയുള്ള ഭാര്യയുടെ കുടുംബത്തെ പ്രയാസപ്പെടുത്തുക, അത് പാടില്ല. ഒരു നിലക്കും അവൾക്ക് പ്രയാസം ഉണ്ടാകാൻ പാടില്ല. വല മൗലൂദുല്ലഹൂബി വലതി, അതുപോലെ നേരെ തിരിച്ചും ഒരു കുഞ്ഞ് ജന്മം നൽകിയ ആൾ ആ കുഞ്ഞിൻ്റെ പേരിൽ ഒരിക്കലും പ്രയാസം അനുഭവിക്കാൻ പാടില്ല. പലപ്പോഴും വിവാഹമോചനം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പലപ്പോഴും ചില ആളുകൾക്ക് കുഞ്ഞിനെ തന്നെ കാണാൻ പറ്റാത്ത അവസ്ഥകളുണ്ടാവാറുണ്ട്. ചില പിതാക്കന്മാർ ആ കുഞ്ഞിനെ നിർബന്ധമായിട്ട് അവരുടെ സംരക്ഷണത്തിൽ വെക്കും, മാതാവിനെ തീരെ കാണാൻ സമ്മതിക്കില്ല. അതുപോലെ നേരെ തിരിച്ചുമുണ്ട്, മുൻ ഭർത്താവിനെ തീരെ കാണാൻ സമ്മതിക്കില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ കുഞ്ഞിന് ജന്മം നൽകിയ ആളുകളാണ് അതിൻ്റെ പിതാവ്, കുഞ്ഞിനെ പ്രസവിച്ച ആളാണ് അതിൻ്റെ മാതാവ്. അവരെ കാണുവാനും അവർക്ക് ആ കുഞ്ഞിനോടുള്ള ആ സ്നേഹവും ലാളനയും ഒക്കെ നൽകാനുള്ള അവകാശം അവർക്കുണ്ട്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ പേരിൽ ഒരു പിതാവോ ഒരു മാതാവോ ഉപദ്രവിക്കപ്പെടാൻ പാടില്ല. എന്നിട്ടൊക്കെ പറയുന്നു, വഅലൽ വാരിസി മിസ്ലു ദാലിക്, വഅലൽ വാരിസി അനന്തരാവകാശിയുടെ മേൽ ബാധ്യതയാണ് മിസ്ലു ദാലിക, ഈ പറഞ്ഞതൊക്കെ ഇതുപോലെയുള്ളത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഭർത്താവിന് ഇപ്പോൾ വിവാഹമോചനം ചെയ്ത് ഭർത്താവ് പെട്ടെന്ന് മരിച്ചു പോയി. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ അടുത്ത ആളുകളാണ് ഭർത്താവിൻ്റെ വാപ്പ, അമ്മ, അല്ലെങ്കിൽ അത് അവരുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത കുടുംബ ബന്ധങ്ങൾ, അവരാണ് അത് സൂക്ഷിക്കേണ്ടത്. ഈ കുഞ്ഞിന് മുലപ്പാൽ കിട്ടുന്നുണ്ടോ, അതിന് വേണ്ട സംരക്ഷണം കിട്ടുന്നുണ്ടോ, അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ബാധ്യതയാണ്. അതാണ് വഅലൽ വാരിസി മിസ്ലു ദാലിക. അതുപോലെ തന്നെ നേരെ തിരിച്ചും ഉണ്ടാവും. ഇപ്പോൾ പെട്ടെന്ന് ഉമ്മ മരിച്ചു പോയി, അല്ലെങ്കിൽ അവർക്ക് പിന്നെ വേണ്ട സംരക്ഷണം നൽകാൻ കഴിയുന്നില്ല എങ്കിൽ അത് ഉമ്മയുടെ കുടുംബവും ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഒരിക്കലും ഒരു കുഞ്ഞ് അതിൻ്റെ മാതാവില്ലെങ്കിലും പിതാവില്ലെങ്കിലും വിവാഹമോചനം ചെയ്യപ്പെല്ലെങ്കിൽ ആ കുഞ്ഞിന് ഒരിക്കലും പ്രയാസം ഉണ്ടാകാൻ പാടില്ല. ആ കുഞ്ഞിന് കിട്ടേണ്ട അവകാശങ്ങൾ ലഭിക്കേണ്ടതും അവർക്ക് മുലപ്പാൽ ലഭിക്കേണ്ടതുണ്ട്. 2 വർഷം അവർക്ക് പൂർണ്ണമായി ഇത് നൽകേണ്ടതുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ അള്ളാഹു ത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി വേറൊരു കാര്യം പറയുന്നു, ഫൈൻ അറാദ ഫിസാലൻ, ഇനി മുലകുടി വിച്ഛേദിക്കുവാൻ അഥവാ മുലകുടി നിർത്തുവാനാണ് അവർ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അൻ തറാദി മിൻഹുമ, 2 കൂട്ടരും പരസ്പരം ഇഷ്ടപ്പെട്ടായിരിക്കണം. കുഞ്ഞിൻ്റെ കുട്ടീനെ മുല കുടിക്കേണ്ട എന്ന് നിർബന്ധിക്കാൻ പാടില്ല. അവരിനി ഞാൻ കൊടുക്കൂല എന്ന് അവളും സ്വയം ഒഴിഞ്ഞു പോകാൻ പാടില്ല. 2 കൂട്ടരും പാടെ ഇഷ്ടപ്പെട്ട് വതശാവുരിൻ, പരസ്പരം ചർച്ച ചെയ്ത് ആലോചിച്ച്, ഇനി 2 ആൾ പറ്റില്ലെങ്കിൽ 2 ആളെ കുടുംബങ്ങളും തമ്മിൽ ചർച്ച ചെയ്ത് പരസ്പരം ധാരണയോടുകൂടി മുലകുടി, ഇപ്പോൾ 2 വർഷമാണ് ഇവിടെ അള്ളാഹു പറയുന്നത്, അനിവാര്യമായ കാരണങ്ങളാൽ അതിന് മുമ്പ് തന്നെ നിർത്തുന്നതിൽ നിങ്ങൾക്ക് തെറ്റില്ല. വലാ ജുനാഹ അലൈഹിമ, അവർക്ക് തെറ്റില്ല. വൈൻ അറത്തും അൻ തസ്തർദിഉ ഔലാദക്കും, ഇനി ആ മാതാവിന് മുല കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ മറ്റൊരു സ്ത്രീയെ കൊണ്ട് മുല കുടിപ്പിക്കുക എന്ന് അങ്ങനെ നിങ്ങൾ ഉദ്ദേശിച്ചാൽ ഫലാ ജുനാഹ അലൈക്കും, അതിലും നിങ്ങൾക്ക് തെറ്റില്ല. ചില അനിവാര്യമായ ഘട്ടത്തിൽ മറ്റൊരു സ്ത്രീയുടെ മുലപ്പാൽ കുടിക്കേണ്ട ഘട്ടങ്ങൾ വന്നേക്കാം. അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, അഥവാ ഇതിൻ്റെ ശരിയായ മാതാവിൽ മരിച്ചു പോവുകയോ അല്ലെങ്കിൽ മുലകുടി ബന്ധം അനിവാര്യമായി നിർത്തി വെക്കേണ്ട ഘട്ടം വരികയോ ചെയ്താൽ, ആ കുഞ്ഞിനാണെങ്കിൽ മുലകുടി പ്രായം കഴിഞ്ഞിട്ടുമില്ല, അങ്ങനെയാണെങ്കിൽ വേറൊരു സ്ത്രീയെ കൊണ്ട് അവർക്ക് മുലപ്പാൽ കുടിപ്പിക്കുക. ഫലാ ജുനാഹ അലൈക്കും, അതിൽ നിങ്ങൾക്ക് തെറ്റില്ല. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, മുലകുടി ബന്ധം എന്നത് വളരെ പവിത്രമായൊരു ബന്ധമാണ്. അഥവാ 2 വർഷത്തിന് മുമ്പ് ഒരു കുഞ്ഞ് വേറൊരു സ്ത്രീയുടെ മുല കുടിച്ചാൽ ആ സ്ത്രീയുടെ കുഞ്ഞുങ്ങൾ ആ കുഞ്ഞിൻ്റെ സഹോദരന്മാരെ പോലെയാണ്, സഹോദരിമാരാണെങ്കിൽ സഹോദരിമാരെ പോലെയാണ്.
അവരുമായുള്ള വിവാഹ ബന്ധമൊന്നും പാടില്ലാത്തതാണ്. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. ഫലാ ജുനാഹ അലൈക്കും ഇദാ സല്ലംതും മാ ആതീതും ബിൽ മഅറൂഫ്. അങ്ങനെ വേറൊരു സ്ത്രീയെ കൊണ്ട് ഈ കുഞ്ഞിനെ നിങ്ങൾ മുല കുടിപ്പിക്കുകയാണെങ്കിൽ ആ സ്ത്രീക്കും ന്യായമായ കാര്യങ്ങൾ നിങ്ങൾ നൽകേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ സ്ത്രീക്കുള്ള ചെലവുകളും വസ്ത്രം, ഭക്ഷണം, അതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. വത്തഖുല്ലാഹ്, എന്നിട്ട് അള്ളാഹ് പറയുന്നു, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇതൊക്കെ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളാണ്. ഇത് കാത്തു സൂക്ഷിക്കുക എന്നത് തഖ്വയുള്ള നിങ്ങളുടെ ബാധ്യതയാണ്. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ കാത്തു സൂക്ഷിക്കുക. വഅലമൂ, നിങ്ങൾ മനസ്സിലാക്കണം, അന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു കണ്ടറിയുന്നു. ബസീർ എന്ന് പറഞ്ഞാൽ വെറും കാണുക എന്നതല്ല, കണ്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നു, കണ്ട് മനസ്സിലാക്കുന്നതാണ്. അന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു കണ്ടറിയുന്നവനാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ എല്ലാ മേഖലകളിലും, നമ്മുടെ കുടുംബജീവിതത്തിലും സാമൂഹ്യ മേഖലകളിലും വ്യക്തി ജീവിതത്തിലും എല്ലാം കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.